എന്താ നിങ്ങൾക്കൊന്ന് പൊരുത്തപ്പെട്ട് കൊടുത്താൽ അത് നിങ്ങൾക്ക് കഴിയണില്ലേ? ക്ഷമിക്കാനും ഫോർഗീവ്നെസ് ചെയ്യാനും കഴിയണില്ലേ? എങ്കിലെങ്ങനെയാ ജീവിതം നന്നാവുക? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനിവിടെ പറയാൻ പോകുന്ന വലിയൊരു വിഷയം എന്താ അറിയോ? നമ്മുടെ ജീവിതം ഉള്ള കാലം മനോഹരമാക്കാൻ കഴിയണം. ഓവർ ടെൻഷനില്ലാതെ ഉള്ള പ്രയാസങ്ങളൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് പോകാൻ നമുക്ക് കഴിയണം. അതിനെന്ത് വേണം? 3 ആളുകളോട് നമ്മൾ പുറത്തു കൊടുക്കണം. 3 ആളുകളോട് നമ്മൾ ക്ഷമ കാണിക്കണം. ആ ക്ഷമയാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ചില ആളുകളോട് നമ്മൾ പുറത്തു കൊടുത്താൽ, ക്ഷമ കൊടുത്താൽ അതുകൊണ്ടുണ്ടാകുന്ന ഗുണവും വലുതാണ്. ഒന്നാമത് നമ്മുടെ മാതാപിതാക്കളോട്. പലവർക്കും പല മാതാപിതാക്കളും പല ടിപ്പിക്കലാണ്, പല ഐറ്റത്തിലാണ്. ചില മാതാപിതാക്കൾ നമ്മെ വല്ലാതെ ദേഷ്യപ്പെടും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കൊണ്ട് വിഷമിക്കലും, നമുക്ക് സാമ്പത്തികമായിട്ടൊന്നും തന്നിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, ഒന്നും സമ്പാദിച്ചിട്ടുണ്ടാവില്ല. ഒരു ഇരിക്കപ്പൂക്കൂര പോലും ഉണ്ടാക്കാതെയായിരിക്കും പിതാവ്. അതുകൊണ്ട് ആ പിതാവിനോട് നമുക്കെന്തോ ഒരു വെറുപ്പ് പോരുക. അതുപോലെ ഉമ്മ ഒരുപാട് വിഷമങ്ങൾ സഹിച്ച് നമ്മെ പ്രസവിച്ച നമ്മുടെ ഉമ്മയോട് എന്തൊക്കെയോ കാരണത്താൽ നമുക്ക് വിഷമം ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മളെ അടിച്ചിട്ടുണ്ടാകാം, പറഞ്ഞതൊന്നും ചെയ്തു തന്നിട്ടുണ്ടായില്ല. ഒരുപാട് പ്രയാസങ്ങൾ ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാം അകന്നപ്പോഴും അവരാണ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. അവരുടെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നമ്മോട് വല്ലാത്ത കൃപ ഉണ്ടാകും. ആ കൃപ ചിലപ്പോൾ പുറത്ത് കാണിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ മാതാപിതാക്കൾ അതിന് പകരം വെക്കാൻ ദുന്യാവിലും മറ്റൊന്നുമില്ല. അവരോട് എന്നൊരു വാക്ക് പോലും പറയാൻ പാടില്ല. ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സം നിന്നിട്ടുണ്ടാകും. എല്ലാം നമ്മുടെ മനസ്സിലിങ്ങനെ ഇട്ട് നടക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിന് അത് പ്രയാസം ഉണ്ടാക്കും, ജീവിതം വളരെ പ്രതിസന്ധികൾ ഉണ്ടാക്കും. അതുകൊണ്ട് പൂർണ്ണമായും എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ അങ്ങോട്ട് സ്നേഹിച്ചിട്ട് അവർക്കങ്ങ് പൊരുത്തപ്പെട്ട് മനസ്സിൽ നിന്നത് പൂർണ്ണമായിട്ടും എടുത്തു കളയാനത് മറക്കാനുള്ള നല്ല മെഡിറ്റേഷൻ ചെയ്ത് അതെല്ലാം മനസ്സിൽ നിന്ന് മാറ്റിക്കളഞ്ഞാൽ അത് നമുക്ക് വലിയൊരു ആയാസമാണ്, വലിയ സുഖമാണ്. അതുകൊണ്ട് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതാണ്. ചില രക്ഷിതാക്കളുടെ മക്കൾ രക്ഷിതാക്കളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴാണ് ഞാനിത് പറയാൻ കാരണം. രണ്ടാമതായി നമ്മൾ പൊറുക്കേണ്ടത്, നമ്മെ ഒരുപാട് വേദനിപ്പിച്ച കൂട്ടുകാരാവട്ടെ കുടുംബക്കാരാവട്ടെ ഒരുപാട് ആളുണ്ടാകും. നമ്മളെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചവരുണ്ടാകും. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് പ്രയാസങ്ങൾ. പക്ഷെ നമുക്കത് മനസ്സിൽ നിന്ന് പൊറുക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ കഴിയണില്ല. വീണ്ടും വീണ്ടും തികട്ടി മനസ്സിൽ നിന്ന് വരികയാണ്. എങ്ങനെ ഞാൻ അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കും, എങ്ങനെ ഞാൻ അവരോട് നല്ല നിലയിൽ നിൽക്കാൻ കഴിയും എന്ന് നമ്മെങ്ങനെ വല്ലാതെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനത്തെ ചില ആളുകളോട് നമ്മൾ 100% അങ്ങ് പൊരുത്തപ്പെട്ട് കൊടുത്താൽ അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ അവരോടുള്ള വെറുപ്പിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും കാണുന്നവരോടൊക്കെ അതിനെക്കുറിച്ച് പറയുകയും അവരോട് വെറുപ്പ് പ്രകടിപ്പിക്കുകയും എല്ലാം ചെയ്ത് നമ്മളിങ്ങനെ അവരെക്കുറിച്ച് പറഞ്ഞ് നമ്മുടെ മനസ്സിലും നമ്മുടെ മൈൻഡിലൊക്കെ അങ്ങോട്ട് വല്ലാത്ത ടെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കേടാർക്കാണ്? നമുക്ക് തന്നെയാണ്. നമ്മുടെ മനോഹരമായ ജീവിതത്തിന് തടസ്സമാണ്, നമ്മുടെ ലൈഫിന് തടസ്സമാണ്. രോഗം വരാനത് കാരണമായി തീരും. നമ്മുടെ സമയം വെറുതെ കളയാണ്, ഒരു കാര്യം അതുകൊണ്ടില്ല. അതുകൊണ്ട് കഴിഞ്ഞതെല്ലാം മറന്നുകൊണ്ട് പൊരുത്തപ്പെട്ട് 100% അത് കൽബിൽ നിന്ന് മനസ്സിൽ നിന്ന് എടുത്ത് മറിച്ച് റിമൂവ് ചെയ്യാൻ കഴിയണം. കാരണം അതൊക്കെ നമ്മുടെ ബ്രെയിനിൽ കിടക്കുന്ന വൈറസുകളാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് തിരിയണം. മൂന്നാമതായി നമ്മൾ പൊറുക്കേണ്ടത് നമ്മളോട് തന്നെയാണ്. നമ്മുടെ ജീവിതം പോലെ ഞാനെന്തെങ്ങനായത്, അവരൊക്കെ അല്ലേ നല്ല ഉഷാറാകണം, ഞാനെന്തെങ്ങനെ, എനിക്കെന്താ ഇങ്ങനെ, ഞാനെന്ത് ചെയ്തിട്ടൊരു ഗുണമില്ലല്ലോ എന്നോർത്തുകൊണ്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ വല്ലാതെ വേവലാതിപ്പെട്ട് നടക്കുമ്പോൾ സാരമില്ല, നീ ഉഷാറാവും, നീ ക്ഷമിക്കുക, എല്ലാം ക്ഷമിക്കുക. അങ്ങനെ നമ്മൾ ക്ഷമിക്കേണ്ടവരോടൊക്കെ ക്ഷമിച്ച് നമ്മൾ 100% ആരോടും വെറുപ്പില്ലാതെ നല്ല മനസ്സോടുകൂടെ ഇങ്ങനെ മുന്നോട്ട് പോയി നോക്കിയേ. അവരോടും വെറുപ്പ്, ഇവരെ കുറ്റിപ്പറഞ്ഞ് അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് നമ്മുടെ ജീവിതം അങ്ങോട്ട് കൊളാക്കുന്നൊരവസ്ഥ നമ്മളില്ലാണ്ടാക്കുക. നമ്മളോട് തന്നെ എല്ലാം പൊരുത്തപ്പെട്ട് കൊടുക്കുക.
മാതാപിതാക്കൾക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിച്ചവർക്ക് ക്ഷമ കൊടുക്കുക. അങ്ങനെ എല്ലാവരോടും ഒരു ഫോർഗിവ്നെസ്, നിരുപാധികം അൺകണ്ടീഷണൽ ഫോർഗിവ്നെസ്, വേറെ കണ്ടീഷനൊന്നും പാടില്ല. അൺകണ്ടീഷണൽ ഫോർഗിവ്നെസ് ആയിട്ട് ഇവരോടൊക്കെ അൺകണ്ടീഷണൽ ലവ് ആക്കാൻ കഴിയണം. അപ്പോഴേ നമ്മുടെ ജീവിതത്തിന് ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയുള്ളൂ, ജീവിതം മനോഹരമാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നീറി ജോലി ചെയ്യും, എല്ലാം ചെയ്യും, പക്ഷെ മനസ്സിൻ്റെ എവിടെയൊക്കെയോ ആരോടൊക്കെയോ വെറുപ്പ് കിടക്കുന്നു, ആരോടൊക്കെയോ നമ്മുടെ മനസ്സിലെ വേദന കിടക്കുന്നു. ഇതൊക്കെ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ചിരിച്ച് കളിച്ച് പോകുന്നു. ഉള്ളിലെവിടെയോ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെയല്ലേ കാണുന്നത്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ തന്നെ മാറ്റിയെടുക്കുക, ഫോർമാറ്റ് ചെയ്യുക. ഒക്കെ ഹാങ്കായി കിടക്കുന്നതൊക്കെ ഒന്ന് ഫോർമാറ്റ് ചെയ്യുക എന്ന് ഓർമ്മപ്പെടുത്തുന്ന അല്ലാഹു തആല നമുക്ക് നല്ലതൊക്കെ കേൾക്കാനും നല്ലതൊക്കെ പറയാനും തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.